ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനും ഏട്ടനും കൂടിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. ഒരു 11:30യോട് കൂടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വെയിലുണ്ടെങ്കിലും നമുക്കിന്നൊരു ചെറിയ തണുത്ത കാറ്റ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ട് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചൂടിൻ്റെ. ഇത് നമ്മുടെ ഓങ്ങല്ലൂർ ഭാഗത്താണ് കേട്ടോ. അവിടുന്ന് ഞാനൊരു സൺസെറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ ഭാഗമാണിത്. ഇവിടെ നിറയെ ചീര കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നൊക്കെ ചീര വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് ഓരോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാപ്പയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലെത്തി. അപ്പോൾ ഷിയാസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ വീഡിയോ എടുക്കണതിന് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടു പാപ്പയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടച്ചൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തറവാട്ടിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ തറവാടിൻ്റെ ഭാഗങ്ങൾ. കുട്ടച്ചൻ ഓടിനൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് നല്ല രീതിക്ക് ചെടിയൊക്കെ കൊടുത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മായിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് കരുതി. കൊടുമുണ്ടയിലുള്ള അമ്മായിയുടെ വീട്ടിലേക്ക് കുറേ കാലമായി അവരോടേക്ക് പോയിട്ട് അവിടെ വീട് പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടുമുണ്ട് കേട്ടോ കൂടെ. ഇത് നമ്മുടെ ശിവൻ്റെ അമ്പലം പാടത്തുള്ളത്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ, നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ഉത്രാളിക്കാവിൻ്റെ പോലെയാണ്. പാടത്തിൻ്റെ നടുവിലൂടെയാണ് അവിടേക്കുള്ള വഴി കേട്ടോ, റോഡുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ കുറേ സേവ് ദ ഡേറ്റുകളൊക്കെ ഇവിടുന്ന് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് നമുക്ക് ഈ അമ്പലം. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാപ്പ വാങ്ങാമെന്ന് കരുതി അങ്ങനെ ബേക്കറിയിൽ കയറി ഞങ്ങൾ പാപ്പയൊക്കെ വാങ്ങിക്കുകയാണ്. ഇവരുടെ കൊടുമുണ്ട ഭാഗത്ത് കുറേ റീൽസിൽ ഇങ്ങനെ ഈ ഒരു കരിമ്പന കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് റീൽസിലുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ആ പള്ളിപ്പുറം റോഡിനുള്ളതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഓപ്പോസിറ്റ് സൈഡിലെ റെയിൽവേ ആണ് കാണുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്ത് കാണുന്നില്ലേ, നമ്മൾ എപ്പോൾ പോയാലും ചിലപ്പോൾ കഴിക്കണമൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, നമുക്ക് അത് കാണിച്ചു തരാം. ഇങ്ങനെ ഈ ഒരു രണ്ട് ഭാഗത്തും പാടാണ്. അപ്പുറത്തെ ഭാഗത്ത് പുഴ കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സൈഡിൽ ഇങ്ങനെ പുഴ കണ്ടുകൊണ്ടിരിക്കാം. ഗേറ്റടവിൻ്റെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഗേറ്റൊക്കെ ഓപ്പൺ ആയിട്ട് വീണ്ടും അമ്മയുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ ഭാഗത്താണ് കേട്ടോ. ഇങ്ങനെ ഒരു കയറ്റം കയറിയിട്ട് അങ്ങനെ ഒരു കുന്നിൻ്റെ ചെരുവിലാണ് വീട്. ആ ഒരു ഭാഗത്ത് തന്നെ കുറേ വീടുകളുണ്ട് കേട്ടോ. ഇങ്ങനെ വീട്ടിലെത്തിയ നിമിഷമൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ വീടിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി അതൊക്കെ കണ്ടു. പിന്നെ അവരൊക്കെ ഓരോന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അവരുടെ വീടിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ 4 വീടുകൾ കയറുന്നുണ്ട്. ഇവർ രണ്ടാളും പിന്നെ സേവ് ദ ഡേറ്റ് എടുക്കാൻ വന്നവരുടെ പോലെയാണ്. ഏത് നിമിഷവും ഇങ്ങനെ ഒരുമിച്ച് നടക്കുള്ളൂ കേട്ടോ. ഇവർ രണ്ടാളും ഭയങ്കര ഭയങ്കര കട്ട കമ്പനികളാണ്. ദർശമോളും കുട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. 2 പേരെയും കുട്ടൂസ് തന്നെയാണ് അവൻ്റെ അമ്മയും വിളിക്കുക കേട്ടോ. ഇവർ ഇവിടെ വെച്ച് കണ്ടാലും ഇങ്ങനെ ഒരു പ്രത്യേക ഒരു സ്നേഹമാണ് ഇവർക്ക് തമ്മിൽ. പിന്നെ അവിടെ നിറയെ മഞ്ചാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ മഞ്ചാടിയൊക്കെ പെറുക്കി. ഈ റബ്ബറൊക്കെ ഒരു നൊസ്റ്റു ആണ് കേട്ടോ. ഞാൻ എപ്പോഴും അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ടായിരുന്നു. ഏത് സമയത്തും അവിടെ തന്നെ വലിച്ചിട്ടാൽ പോയില്ല എന്ന് പറയില്ല, അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ റബ്ബറിലാണ് അധികം സമയം ചിലവഴിക്കുക കേട്ടോ. വീട്ടിൽ സ്ഥലമില്ലായിട്ടല്ല, പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ഇവിടെ വന്നിരിക്കും. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഫോട്ടോ എടുക്കലും കുറേ നേരം ഇരുന്ന് സംസാരിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സമയം നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യും കേട്ടോ. നല്ല രസമാണ് അവിടെ. ആ ഒരു പച്ചപ്പും ഭയങ്കര തണുപ്പൊക്കെ ആയിട്ടുണ്ടാകുന്നത്. ഇതിപ്പോൾ പുതിയത് സ്ഥാപിച്ചേട്ടോ സോളാറിൻ്റെത്. ഇതൊന്നും ഞാൻ അവിടെ പോയി നിൽക്കുമ്പോഴൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗത്ത് നിറയെ പൂക്കളും കുറേ കാട്ടുചെടികളും അങ്ങനത്തെ ഒക്കെ കാണാം കേട്ടോ. അമ്മായിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുന്ന് കയറി വെള്ള ടാങ്ക് വരെ ഒന്ന് പോകുക എന്നുള്ളൊരു വഴിപാട് പോലെയാണ്. എല്ലാവരും ഉള്ളപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ആ റബ്ബറിൻ്റെ താഴെ ഭാഗം കണ്ടില്ലേ, ആ ഒരു ഭാഗത്ത് തന്നെ നിൽക്കുക ചെയ്യാറ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഴികളിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നും എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ കാട് പിടിച്ചൊരു ഭാഗമാണ് ഇവിടെ. കുറേ വിറകൊക്കെ കിട്ടും. നിറയെ പുല്ലാനി പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇത് എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ നല്ല നമ്മളെപ്പോഴും അതെ, ഇത് ഈ ഉണങ്ങിയ പൂവ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ തിരിച്ചിട്ട് പറത്തി വിടുമല്ലോ. അപ്പോൾ അതിങ്ങനെ തിരിഞ്ഞ് വരിക, അത് കാണുമ്പോൾ ഒരു രസമാണ്. ഒരു സൈക്കോ അത്ര തന്നെ. എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങളെപ്പോഴും അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോയിൽ അങ്ങനെ കിട്ടുമോ എന്നറിയില്ല, കണ്ടില്ലേ. കുന്നിൻ്റെ മുകളിൽ നിന്ന് പുല്ലാനി പറത്തി വിടണമെന്ന് വർഷയ്ക്കൊരു ഹരായി കയറിയപ്പോൾ പിന്നെ അവൾ അത് തിരിച്ചേ അടങ്ങും എന്നുള്ള ഇതാണ് കേട്ടോ. പക്ഷേ എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചാണ് വരുന്നത്. എന്നാലും അവൾ വിട്ടു കൊടുത്തില്ല. അവൾ ആ ഒരു വാശിപ്പുറത്ത് തന്നെ നിന്നിട്ട് ഓരോന്നും എടുത്തിട്ടൊക്കെ തിരിച്ച് ഏകദേശമൊക്കെ ഒരു ലെവലാക്കിയപ്പോൾ തന്നെ ഞങ്ങളത് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ഇനി ആ പണി ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഈ കുന്നിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് നമ്മുടെ പട്ടാമ്പിയിലത്തെ പല ഭാഗങ്ങളും കാണിട്ട് അങ്ങനെ പുഴയൊക്കെ അതാ കാണുന്നു. നല്ലൊരു വൈബാണ് നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ തന്നെ. ഈ ഒരു മരത്തിൻ്റെ കായ ഏതേ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ പമ്പരണ്ടായി കളിച്ചിരുന്നു. മഞ്ഞപ്പാവട്ടാന്ന് പറയും, നിങ്ങളുടെ അവിടെ എന്തൊക്കെ പറയാമെന്നറിയില്ല. വീഡിയോ കാണുന്ന പല ആൾക്കാരും പല നാട്ടുകാരും ഉണ്ടാവില്ലേ. അതുകൊണ്ട് മഞ്ഞപ്പാവട്ടയുടെ കായ എടുത്തിട്ട് പമ്പരണ്ടായി കളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നൊസ്റ്റു തന്നെയായിരുന്നു. അതിനിടയ്ക്കാണ് അമ്മായി ചെറിയ വിറകുകളൊക്കെ അവിടുന്ന് കിട്ടുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതൊരു രസമല്ലേ അവിടുന്ന് ഒരു വിറക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവർ തമ്മിൽ ഇവരെന്നോട് സഹിക്കാൻ പറ്റാത്തുണ്ടായിരുന്നു നമുക്ക്. ഇവർ രണ്ടുപേരും നല്ല വികൃതിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വികൃതി അടിച്ച് കളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ചെയ്യണത് എന്താ പറയുക, മുള്ളങ്കോല് കിട്ടുന്നുണ്ടായിരുന്നു. മുള്ളങ്കോലിൻ്റെ ഒരു സെർച്ചിങ് അസോസിയേഷൻ ആയിരുന്നു ഇവർ. അങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ മുള്ളങ്കോല് കിട്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ കിട്ടുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ആരാരെ കൂടുതൽ പെറുക്കുക എന്നുള്ള ആ ഒരു മത്സര ഭാവമായിരുന്നു അവർക്ക്. നമ്മൾ പിന്നെ അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കുക, ഒരു വീഡിയോ എടുക്കുക. നമ്മൾ പെറുക്കാനും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ രണ്ടുപേരും അവിടുന്ന് ഇവിടുന്ന് തെരഞ്ഞ് പിടിച്ച് വന്നിട്ട് മുള്ളങ്കോലൊക്കെ ആയിട്ട് വന്നു. ഇത്രയും മുള്ളങ്കോല് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. കുന്നിൻ്റെ മുകളിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ദർശമോൾക്ക് ആകെ ക്ഷീണം പറ്റി. അവൾ ടാങ്കിൻ്റെ പൈപ്പിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും കൊതിപ്പുല്ല് കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ അമ്മായി പറിക്കുമ്പോൾ അമ്മായിക്ക് കിട്ടാണ്ടായിട്ടുണ്ട് കേട്ടോ. പറിച്ചിട്ടൊന്നും കിട്ടിയില്ല. അതാണ് കേട്ടോ അമ്മയുടെ ആ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ. അങ്ങനെ കുട്ടു പറിച്ചപ്പോൾ കുട്ടുവിന് വലിയൊരു കൊതിപ്പുല്ലിൻ്റെ ചെടി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ കൊതിപ്പുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല ഇതിന് ഈ പേരാണോ. ഞങ്ങളൊക്കെ അങ്ങനെയാണ് പറയാറുള്ളത്. പല ഭാഗങ്ങളിലേക്കും പലതായിരിക്കും. ഈ പുൽത്തൈലത്തിൻ്റെ മണമുള്ള ആ ഒരു ചെടി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കൊതിപ്പുല്ല് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് പല കാര്യങ്ങൾക്കും നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. നമുക്ക് ഈ ദഹന സംബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പുല്ല് എടുത്തിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടാറുണ്ട്. ഞങ്ങളങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പലർക്കും ഇനി ഇത് പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ചെടികൾ ഇതൊക്കെയാണ് കേട്ടോ. വല്ല അസ്വസ്ഥതകളും ഇല്ലാത്തപ്പോൾ തന്നെ ഞാനിതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുന്നിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ആവേശം ഇറങ്ങുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്, ഇങ്ങനെ ചിരമ്പി വീഴുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഞാനതുകൊണ്ട് ചെരുപ്പൊക്കെ കഴിച്ചിട്ട് എപ്പോൾ വന്നാലും ഇങ്ങനെയാണ് ഞാൻ ഇറങ്ങുള്ളൂ. ഈ വീഡിയോ വർഷമോളം എടുത്താണ് കേട്ടോ. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എടുക്കുന്നത്. ഞാനെങ്ങനെ വീണ് കഴിഞ്ഞാൽ അവൾക്കതൊരു വീഡിയോ ആക്കിയിട്ട് ഇടാലോ എന്ന് കരുതിയിട്ട് എടുത്തതായിരിക്കും. പക്ഷേ ഞാൻ എങ്ങനെയായാലും വീണിട്ടൊന്നുമില്ല കേട്ടോ. ഏട്ടനും നരസമോളും കുട്ടുമൊക്കെ ആദ്യം ഇറങ്ങിയിട്ട് എന്തൊക്കെ ഗംഭീര ചർച്ച നടത്തുന്നുണ്ട്. എന്തിനെക്കുറിച്ചാണ് ചർച്ച നടത്തണോ? ഇനിയിപ്പോൾ ഈ റബ്ബറൊക്കെ അവരുടെ പേരിലേക്ക് എഴുതാനായിരിക്കും. ഇത് നമ്മുടെ റബ്ബറൊന്നല്ല കേട്ടോ, അത് ആരുടെയോ ഒരു റബ്ബറാണ്. ശരിക്കും ആലോചിക്കുമ്പോഴും കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഞങ്ങൾ ഇവിടുന്ന് എത്ര ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നറിയോ. അങ്ങനെ കുന്നിറങ്ങി വന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ മാമൻ ഗേറ്റ് വരെ ഞങ്ങളുടെ കൂടെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഏട്ടനും കുട്ടും കൂടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ ഒരു ഭാഗം നിറയെ പുഴ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സൈഡാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടേക്കൊക്കെ ഞങ്ങളിങ്ങനെ ഇവിടെ പോയി നിൽക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുഴ കാണാനായിട്ട് വരാറുണ്ട് കേട്ടോ. നല്ല രസമാണ് വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം സമയമായി ഒരു മഴമൂടലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാണ്ട് ചൂടൊന്നും അനുഭവപ്പെട്ടിട്ടുണ്ടായില്ല കേട്ടോ. ഈ ഒരു കരിമ്പനകൾ വീണ്ടും ഞാൻ കാണിക്കണം. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും ഓരോ റീൽസിൽ കാണുമ്പോഴും. നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ നമുക്കും വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നും. അങ്ങനെ അമ്മായിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് മരുതൂർ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടൂനെ ഞങ്ങളിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് കരുതിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് എടുക്കാനുണ്ട്. കുറച്ച് ഡ്രസ്സൊക്കെ പൂരത്തിന് വന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് നമ്മുടെ മരുതൂർ വീട്ടിൽ വീട്. പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലേ, ഞാൻ വീഡിയോസിലൊക്കെ അങ്ങനെ കാണിച്ചിട്ട് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഷിയാസ് ഞങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, അവിടെ താഴ്ന്നില്ല ഒരു സാധനം. വല്ലാത്തൊരു വികൃതിയാണ് കേട്ടോ അത്. ആയിരിക്കുന്നത് കണ്ടില്ലേ. ഇത് നമ്മുടെ വീട്ടിൽ അന്ന് വിരിഞ്ഞിട്ടുണ്ടായിരുന്നൊരു പൂവാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് നിറയെ ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ പോയതാണ്. പക്ഷേ ഇപ്പോൾ ഒന്ന് മാത്രം നിലനിൽക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ചേച്ചി കുമ്പളപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുമ്പളപ്പമൊക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ വീട്ടിലേക്ക് കുട്ടൂനെയും കൂട്ടിയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ട്രെയിൻ പോണത് കണ്ടത്. അപ്പോൾ കുട്ടൂന് ട്രെയിനിന് ഇങ്ങനെ പോയിട്ട് കാണണം, ഇതിൻ്റെ അറ്റം കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ട് അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഷൊർണൂർ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ കുക്കു അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ കുട്ടുവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുകയാണ്. അവൾ വേഗം വാതിൽ തുറക്കുക എന്നുള്ള ഒരു മട്ടിൽ അതിൻ്റെ ഉള്ളിൽ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വാതിലൊക്കെ തുറന്ന് കുക്കുവിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നു. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നൊരു യാത്രയുടെ വീഡിയോ തന്നെ ആയിരുന്നു. ഓക്കെ, ബായ്.